ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടന്റാണ് ഞാനെന്ന് പറയുന്നത്. അതായത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. അപ്പോൾ ബിഗിനേഴ്സിന് മിക്കുള്ളവർക്കും പറ്റുന്ന അബദ്ധമായിരിക്കും. വളരെയധികം വിഷമമുണ്ട്. ഈ കാര്യം ഞാൻ അറിഞ്ഞതേ ഇല്ല, ഇങ്ങനെയൊരു കാര്യം ഉണ്ടെന്ന്. അപ്പം സാധാരണ ബിഗിനേഴ്സിന് എല്ലാവർക്കും നമ്മുടെ ചാനൽ നല്ല റീച്ച് എത്തി ഒരു മോണിറ്റൈസേഷൻ ആക്കണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിച്ചാണല്ലോ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പക്ഷേ ഞാനും അങ്ങനെ തുടങ്ങിയത്. ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത് മാർച്ച് 14, 2024 മാർച്ച് 14 ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത്. അന്നൊക്കെ ആദ്യം ഞാൻ ഷോർട്സ് ആണ് കഴിച്ചിട്ടത്. അതിന് 2.2K വ്യൂസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ കരാട്ടയും കോമഡിയാണ് എൻ്റെ ചാനലിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. വ്ളോഗൊന്നും അങ്ങനെ അന്ന് ഇടൂലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ലോങ് വീഡിയോ ആകുമ്പോൾ നമുക്ക് എന്താണ് വാച്ച് ടൈം കിട്ടുമായിരുന്നു. അത്യാവശ്യം ചെറുതായി കിട്ടുള്ളൂ. കാരണം എനിക്ക് അത്ര ലോങ് വീഡിയോക്ക് വ്യൂസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് എന്തോ ആയാലും വ്യൂസ് ഇല്ല, ഷോർട്സ് ഇട്ടാലേ സബ്സ്ക്രൈബേഴ്സ് കിട്ടുള്ളൂ എന്ന് എല്ലാവരും പറയുമായിരുന്നു. ഞാൻ നോക്കിയപ്പോഴൊക്കെ ഈ ടെക് ചാനലിലൊക്കെ നോക്കിയാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഇങ്ങനെ കൊണ്ടുപോയെന്ന് അറിഞ്ഞത്. അപ്പോൾ അതിലൊരെണ്ണം എനിക്ക് മിസ്സായി പോയി. എന്താണ് അതാണ് ഏറ്റവും വലിയ എനിക്ക് പറ്റി തെറ്റ്. അതിന് ആർക്കും പറ്റാതിരിക്കട്ടെ. അപ്പം അത് കാണാത്ത കുറേ പേര് കാണുമായിരിക്കും. എനിക്കൊരു അബദ്ധം പറ്റി. കാരണം ഞാൻ ഞാൻ യൂട്യൂബിന് വേണ്ടി ബാക്കിയുള്ള എല്ലാ ഞാൻ വീഡിയോസും കാണും. ഞാൻ അവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അവർ പുതിയ അപ്ഡേറ്റ്സിനൊക്കെ ഞാൻ കൊണ്ടെടുത്ത് എൻ്റെ ചാനൽ ഇടാറുണ്ട്. ബാക്കി ഇപ്പോൾ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. എന്നിട്ടാണ് ഞാൻ ഈ സത്യം അറിയുന്നത് ഗൈസ്. അപ്പം നിങ്ങളെങ്കിലും ഇനി വരുന്നവരെങ്കിലും ഇത് നേരത്തെ അറിയണം. അപ്പം ഞാൻ കാരണം പറയാം ഗൈസ്. ഞാൻ ആദ്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വേണ്ടി ഞാൻ ഷോർട്സ് വീഡിയോ തോനെ ഇടുമായിരുന്നു. ആദ്യം തൊട്ട് ഞാൻ ഷോർട്സ് ആണ് ഇട്ട് തുടങ്ങിയത്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ ലോങ് വീഡിയോക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടു. പിന്നെ എനിക്ക് വ്യൂസ് കുറവായിരുന്നു ലോങ് വീഡിയോക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ പിന്നെ ഷോർട്സിലേക്ക് തന്നെ തിരിഞ്ഞു. പിന്നെ ലോങ് വീഡിയോ ശ്രദ്ധിക്കാറില്ല, വല്ലപ്പോഴും ഒരിക്കൽ ഒരെണ്ണം ഇടുമായിരുന്നു. അപ്പം പിന്നെ ഇങ്ങനെ ഈ ഷോർട്സ് ഇട്ടപ്പോൾ എനിക്ക് അത്ര റീച്ച് ഉണ്ടായിരുന്നു. ആദ്യമൊന്നും 50-40 വ്യൂസ് ഒക്കെ ഉള്ളായിരുന്നു. പിന്നെ 400, 500 അതിന് താഴോട്ട് നിൽക്കും. പിന്നെ ഏതെങ്കിലും 1-2 എണ്ണം മാത്രം കയറി പോകുമായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു 1-2 വെച്ച് കിട്ടി പോവായിരുന്നു. കുഴപ്പമില്ല, സബ്സ്ക്രൈബേഴ്സ് കിട്ടുമായിരുന്നു. മാർച്ചിൽ ഈ പരീക്ഷ ആയിരുന്നു അപ്പോഴെടുത്ത്. അപ്പം പരീക്ഷ ആവണം എനിക്ക് കുറച്ച് കിടാൻ പറ്റുള്ളൂ. പിന്നെ വെക്കേഷനോട്ട് ഞാൻ ഇട്ട് തുടങ്ങി. അന്ന് എനിക്ക് ടൈം കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ വെക്കേഷനൊക്കെ എന്ന് വെച്ചാൽ ഞാൻ രാവിലെ 5 മണി കഴിയുമ്പോഴൊക്കെ വീഡിയോ ഇടും. പിന്നെ ചിലപ്പോൾ രാത്രി ഇടും. നീ എപ്പോഴും കണഞ്ഞ് കിട്ടുന്നത് ആ സമയത്ത് ഞാൻ ഇടുമായിരുന്നു. പിന്നെ മനസ്സിലായ ടൈം കൺസിസ്റ്റൻസി വേണമെന്ന്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം ഗൈസ്, ഇല്ലെങ്കിൽ നമ്മളെ വീഡിയോ റീച്ച് ആവില്ല. ഇപ്പം ഇന്നാണ് ഇടണമെങ്കിൽ, അതായത് നിങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ഷോർട്സ് വന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ദിവസം ഒരു ഒറ്റ ടൈമേ എന്നും ഒരേ ടൈം തന്നെ. ഇപ്പോൾ 7 മണിക്കാണെങ്കിൽ 7 മണിക്ക് തന്നെ സ്ഥിരമായിട്ട് ഇടണം. രാത്രി 7 മണിക്ക് സ്ഥിരമായിട്ട് ഇടണം. എനിക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് എടുത്തതൊന്നുമല്ല. എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പൊ ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഷോർട്സ് ഒക്കെ നമ്മൾ ക്വാളിറ്റി ഉള്ള വീഡിയോസ് ആണ് ഇടാറുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ക്വാളിറ്റി വേണം, സൗണ്ട് ക്വാളിറ്റി വേണം, പിന്നെ ആ കണ്ടന്റ് ഒരു ക്വാളിറ്റി വേണം ഗൈസ്. നമ്മൾ ചുമ്മാ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പൊ ഞാൻ നിന്ന് ചുമ്മാ ഇതുമായിട്ട് കാര്യം പറഞ്ഞിട്ട് വേണം ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യരുത്. ഫുൾ ആളിനെ പിടിച്ചിരുത്ത രീതിയിൽ ചെയ്യണം. ഓക്കെ, എനിക്ക് പറ്റിയ അബദ്ധം ഇതൊന്നും അല്ല. ഇതൊക്കെ ഞാൻ നേരെയാക്കി കൊണ്ടുവന്നു. വീഡിയോ റീച്ചായി. ഷോർട്സ് ഇപ്പം ഏകദേശം എനിക്ക് ഏറ്റവും ടോപ്പ് വ്യൂസ് 75K ആണ്. അതിലൊരു 100K കഴിഞ്ഞാണ് കഴിച്ചത്. ഞാനൊരു ജയിലറിന്റെ 2 ഇറങ്ങിയപ്പോൾ ട്രെയിലർ എടുത്ത് ഞാൻ ഒരു ഷോർട്സ് ആയി ഇട്ടായിരുന്നു. ട്രെയിലർ ഫുൾ അടിച്ചൊക്കെ ചെയ്തതാണ്. പക്ഷെ എന്തോ അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന്. അപ്പോൾ ആ സ്ട്രൈക്ക് എനിക്ക് ഒരു സ്ട്രൈക്ക് ഇപ്പോൾ ഉണ്ട്. 3 സ്ട്രൈക്ക് വന്ന ചാനല് ഇതായി പോവും. പക്ഷേ ഒരു സ്ട്രൈക്ക് ഉണ്ടാകും. ഇനിയിപ്പോൾ മെയ്യിലൊക്കെ ആകുമ്പോൾ തീരുമെന്നാണ് ഗൈസ് ഉള്ളത്. കാര്യം എനിക്ക് ആ സ്ട്രൈക്ക് വരുന്ന മുമ്പ് തന്നെ നമുക്കറിയാലോ നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്. ഫസ്റ്റ് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പം 500 സബ്സ്ക്രൈബേഴ്സ്, 3 മില്യൺ ഷോർട്ട് സ്പീഡ്, അല്ലെങ്കിൽ 3000 വാച്ച് അവേഴ്സ് ആണ്. ഓക്കെ, ഇനി നേരെ മറ്റേ സെക്കൻഡ് ക്രൈറ്റീരിയ പോവുകയാണെങ്കിൽ 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 4000 വാച്ച് അവേഴ്സ് ഉണ്ട്, ലാസ്റ്റ് 10 മില്യൺ ഷോർട്ട് സ്പീഡും ഉണ്ട്. അപ്പോൾ സംഭവം എന്ന് പറയുമ്പം എനിക്കിപ്പം 5000 മുകളിൽ വാച്ച് ടൈം ഉണ്ട്. ടോട്ടൽ വാച്ച് ടൈമാണ് 5000 മുകളിൽ എനിക്ക് കിടക്കുന്നത്. ഈ YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പ് എല്ലാ ബിഗിനേഴ്സിന് കയ്യിലും വേണം. അതിനകത്താണ് നമുക്ക് എല്ലാം ചെയ്യാറ്. കാരണം നമ്മൾ എന്ത് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും യൂട്യൂബിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. YT സ്റ്റുഡിയോ ആപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് നമുക്കൊരു ഏണിങ്സ് ഏറ്റവും താഴെ വല സൈഡിൽ ഞാൻ കാണിച്ചേക്കതിനകത്ത് അവിടെ ഒരു ഓപ്ഷൻ ആണ് ഏണിങ്സ് എന്ന് പറഞ്ഞ ഒരു റുപ്പീസിന് ചിഹ്നം. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് വരും നമ്മൾ ഒരു ക്രൈറ്റീരിയ വരും. അപ്പൊ നമ്മൾ വാച്ച് ടൈം അതിനകത്തുണ്ട്. സബ്സ്ക്രൈബേഴ്സ് കറക്റ്റാണ് എഴുതിയിരിക്കുന്നത്. വാച്ച് ടൈം താഴെ എഴുതിയിരിക്കുന്നത് എനിക്ക് 1000 എത്രയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം 1069 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് പിന്നെ ലാസ്റ്റ് മോണിറ്റൈസേഷൻ ആവാറാവുമ്പോൾ അവര് യൂട്യൂബ് ഒന്ന്
അനലൈസ് ചെയ്യാൻ നേരത്ത് കറക്റ്റ് വാച്ച് ടൈം ഇടുമായിരിക്കും, അവിടെ പിടിച്ചിട്ടേക്കാനായിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഫുൾ ആയിട്ട് നോക്കുമ്പോൾ എത്ര 5000 മുകളിലുണ്ടല്ലോ. 14 മാർച്ചാണ് ഞാൻ ഇട്ട് തുടങ്ങിയത്. ഓക്കെ, ഇപ്പം 14 മാർച്ച് കഴിഞ്ഞ്. അപ്പൊ എനിക്ക് SLC പരീക്ഷയായിരുന്നു ഇപ്പം. അപ്പോൾ അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ സ്ട്രൈക്ക് വന്നതിന് കുറച്ച് നാൾ കഴിഞ്ഞാണ് ഇതാണ് ഈ മോണിറ്റൈസേഷന്റെ 1 വർഷം കഴിയുന്നത്. അതായത് സ്ട്രൈക്ക് വന്നത് ഏകദേശം ഒരു മാർച്ച് 9 അങ്ങാണ് സ്ട്രൈക്ക് വന്നത്. മാർച്ച് 14 ആകുമ്പോൾ എനിക്ക് 1 വർഷം ഇതൊക്കെയാണ്. അപ്പോൾ 4.5 വാച്ച് ടൈമിൽ നിന്ന് ആദ്യത്തെ വീഡിയോസ് തൊട്ടുള്ള വാച്ച് ടൈം കുറഞ്ഞു വരെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അന്ന് അറിയുന്നില്ല. അപ്പം ഈ കുറഞ്ഞു വരുമെന്ന് എനിക്കറിയാം. 1000 കണ്ടത് വാച്ച് ടൈം എന്ന് പറയുന്നത് അത് കറക്റ്റ് ആണ്. ഞാൻ അതിന്റെ കാര്യം പറഞ്ഞുതരാം. കാരണം നിങ്ങൾ YT സ്റ്റുഡിയോയിൽ ഫുള്ളായി നോക്കുമ്പോൾ നിങ്ങൾ നോക്കുമോ എനിക്ക് 4.5 കഴിഞ്ഞല്ലോ, അപ്പൊ വേണമെങ്കിൽ എനിക്ക് മോണിറ്റൈസ് ആവും. അങ്ങനെയല്ല, നിങ്ങൾ ക്രൈറ്റീരിയ കാണുന്ന എത്രയാണോ അതാണ് നിങ്ങളെ വാച്ച് ടൈം. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഇടാം. നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പൊ ഞാൻ ഈ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് ടൈം കൺസിസ്റ്റൻസിയും പിന്നെ നമ്മുടെ വീഡിയോ ക്വാളിറ്റി, കണ്ടന്റ് ക്വാളിറ്റി ഒക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് മെയിൻ ഉള്ള കാര്യങ്ങൾ. യൂട്യൂബ് വീഡിയോ വൈറലാവാതെ മതി. പിന്നെ നിങ്ങൾക്ക് ഒരു ഈസി ട്രിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അതായത് നിങ്ങൾ ഷോർട്സിലാന്ന് വിചാരിച്ചോളൂ. ഷോർട്സിൽ ഒരു സോങ് ഇപ്പോൾ പെട്ടെന്ന് ട്രെൻഡ് ആവുകയാണ്. ആ ട്രെൻഡ് ആവേണ്ട കൂടെ നിങ്ങൾ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ചെറിയ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നാൽ പോലും നിങ്ങൾക്ക് വീഡിയോ നല്ല റീച്ച് ആക്കാൻ സാധ്യത കൂടുതലാണ്. ഞാൻ അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു കാരണം പറയാനുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ ക്യാപ്ഷൻ അടിക്കുമ്പോൾ ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും ക്യാപ്ഷൻ അടിക്കുമ്പോൾ നിങ്ങൾ 3 ഹാഷ്ടാഗ്സ് അതിൻ്റെ കൂടെ ഉപയോഗിക്കാവും. അതായത് നിങ്ങളിപ്പം ഒരു തമാശയുള്ള വീഡിയോ, ഓക്കെ, അതിനകത്ത് നിങ്ങൾ ഹാഷ്ടാഗ് അടിക്കുമ്പോൾ ഷോർട്സ് ഫണ്ണി അങ്ങനെയുള്ള അത് 3 എണ്ണം അടിക്കും, ഏതെങ്കിലും 3 എണ്ണം. അപ്പം ഞാൻ പറഞ്ഞോളൂ, ഇത് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും വരുന്നവരെ ബൈ.